വിശുദ്ധ ചാവറ പിതാവിന്റെ വിദ്യാഭ്യാസ ദർശനങ്ങളെ മുൻനിർത്തി വിശുദ്ധ അന്നാമയുടെ നാമധേയത്തിൽ കോട്ടയം ജില്ലയിലെ കുരിനാട് എന്ന മനോഹര ഗ്രാമത്തിൽ സ്ഥാപിതമായി അനേകായിരങ്ങൾക്ക് വിജ്ഞാന വെളിച്ചം പകർന്ന് പ്രക്ഷോഭിക്കുന്ന സെന്റ് ആൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ സാർത്ഥകമായ 44 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന ഈ അവസരത്തിൽ 2025-26 അധ്യയന വർഷത്തെ പ്രവർത്തന മികവുകളുടെ സംക്ഷിപ്ത ചിത്രം നിങ്ങൾക്ക് മുൻപിൽ സഹർഷം സമർപ്പിക്കുന്നു. നമ്മുടെ സ്കൂളിന്റെ 43ാമത് വാർഷികം 2025 ജനുവരി 9 ആഘോഷപൂർവ്വം നടന്നു. കോർപ്പറേറ്റ് മാനേജർ റവറന്റ് ഫാദർ ബാസ്റ്റിൻ മംഗലത്തിൽ CMIയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിക്കുകയും സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ സ്റ്റാൻലി ചെല്ലിയിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുകയും ചെയ്തു. അധ്യയന വർഷത്തെ SSLC പരീക്ഷയിൽ 100% വിജയത്തോടെ 28 ഫുൾ A+, 6 9 A+, ഹയർ സെക്കൻഡറി +2 പരീക്ഷയിൽ 97% വിജയത്തോടെ 18 ഫുൾ A+, +1 പരീക്ഷയിൽ 19 ഫുൾ A+ കരസ്ഥമാക്കി മികച്ച വിജയം നേടുകയും ചെയ്തു. USS പരീക്ഷയിൽ അനന്യ അനൂപ്, ആൽബി ജെയ്സൺ, ആൻഡ്രൂസ് M കുര്യൻ, അനിരുദ്ധ് R നായർ എന്നിവർക്ക് സ്കോളർഷിപ്പ് ലഭിച്ചു. കുരിനാട് സെന്റ് ആൻസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വൈസ് പ്രിൻസിപ്പലായി പൂഞ്ഞാർ സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സേവനമനുഷ്ഠിച്ചുകൊണ്ടിരുന്ന ശ്രീമതി ജാൻസി തോമസ് ചുമതല ഏറ്റെടുത്തു. നമ്മുടെ സ്കൂളിൽ അധ്യാപകരായിരുന്ന സിസ്റ്റർ ടിസ SABS, സിസ്റ്റർ ജോസ്ന SABS, സൺ ബാബു, മിന്നു റോയി, അനധ്യാപകരായിരുന്ന ജോജി ചാക്കോ, ടിജോമോൻ മാത്യു, ജസ്റ്റിൻ ഇമ്മാനുവേൽ എന്നിവർ സ്ഥലം മാറി പോവുകയും ചെയ്തു. UPST ഹിന്ദി ആയിരുന്ന ശ്രീ ജോസ് K മണ്ണൂർ HST ആയി സ്ഥാനക്കയറ്റം കിട്ടുകയും അധ്യാപകരായി ജെർലിൻ K ആൻസ്, വിജിത R നായർ, അഞ്ജന റോസ് രാജു, സോൻ C പോൾ, ബ്രില്ലി ബെൻസുകുട്ടി, അനറ്റ് റോസ് എന്നിവരും അനധ്യാപകരായി ജെയ്മോൻ ജോസഫ്, ജോമോൻ തോമസ് എന്നിവരും ചുമതല ഏറ്റെടുത്തു. 2025-26 അധ്യയന വർഷത്തെ പ്രവേശനോത്സവം ഒന്നിച്ചൊന്നായി ഒന്നാവാം എന്ന ലക്ഷ്യത്തോടെ ജൂൺ 2 തിങ്കളാഴ്ച വളരെ മനോഹരമായി നടത്തപ്പെട്ടു. ജൂൺ 3 സൈക്കിൾ ദിനാചരണത്തിന്റെ ഭാഗമായി കുട്ടികൾക്ക് പുതിയ സൈക്കിളുകൾ സമ്മാനിച്ചു. അന്നേ ദിവസം ഈ കാലഘട്ടത്തിൽ സൈക്കിളുകളുടെ ആവശ്യകതയെപ്പറ്റിയും പുതിയ തലമുറയിൽ വർദ്ധിച്ചു വരുന്ന ലഹരി മരുന്നുകൾ, മയക്കുമരുന്നുകൾ, പോക്സോ കേസുകൾ എന്നിവയെക്കുറിച്ചും കുറവലങ്ങാട് SI ശ്രീ മഹേഷ് കൃഷ്ണൻ ക്ലാസ് എടുത്തു. ജൂൺ 5 SPC NSSന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിന സന്ദേശം, ഫോട്ടോഗ്രാഫി മത്സരം, വൃക്ഷത്തൈ നടിയിൽ എന്നീ പ്രവർത്തനങ്ങളോടെ പരിസ്ഥിതി ദിനം ആചരിച്ചു. ജൂൺ 19 വായനാ ദിനാചരണത്തോടനുബന്ധിച്ച് ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴിയെ ആദരിക്കുകയും വായനാ ദിന സന്ദേശം, അഭിമുഖം എന്നിവ നടത്തുകയും ചെയ്തു. 2025 ജൂൺ 24 പ്രതിഭാ സംഗമവും അധ്യാപക രക്ഷകർത്താ സമ്മേളനവും നടന്നു. കോർപ്പറേറ്റ് മാനേജർ റവറന്റ് ഫാദർ ബാസ്റ്റിൻ മംഗലത്തിൽ CMIയുടെ സാന്നിധ്യത്തിൽ നടന്ന പ്രസ്തുത യോഗത്തിൽ ഉജ്ജ്വല വിജയത്തോടെ സെന്റ് ആൻസിനെ മുൻനിരയിലെത്തിച്ച പ്രിയ കുട്ടികളെ അനുമോദിക്കുകയും രക്ഷകർത്താക്കൾക്കായി ഡോക്ടർ അലക്സ് ജോർജ് ക്ലാസ് എടുക്കുകയും ചെയ്തു. അന്നേ ദിവസം PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുകയും PTA പ്രസിഡന്റായി ശ്രീ പൈലി ND, MPTA പ്രസിഡന്റായി ശ്രീമതി ഇന്ദ്ര NR എന്നിവർ ചാർജ് എടുത്തു. ജൂൺ 30 ചങ്ങാതിക്കൊരു മരം എന്ന പ്രൊജക്ടിന്റെ ഭാഗമായി തൈകൾ കുട്ടികൾക്ക് വിതരണം ചെയ്തു. പേവിഷബാധ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട ക്ലാസുകൾ എടുത്തു. സ്കൂൾ ഇലക്ഷൻ 2025 പ്രസിഡൻഷ്യൽ മോഡലിൽ നടത്തപ്പെട്ടു. സ്കൂൾ ചെയർമാനായി ഗ്ലാഡ്വിൻ ജോൺ, വൈസ് ചെയർമാനായി കീർത്തന ഷിബു, സെക്രട്ടറിയായി സിസിയ ഷാജി തോമസ്, ജനറൽ സെക്രട്ടറിയായി ക്രിസ് റയാൻ ചെൻ, സ്പോർട്സ് ചെയർമാനായി ആഷർ ജോസഫ് എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു. വിവിധ ക്ലബ്ബുകളുടെ ആഭിമുഖ്യത്തിൽ ഹിരോഷിമ നാഗസാക്കി ദിനം ആചരിച്ചു. സ്കൂളിലെ ഓണാഘോഷം വളരെ വിപുലമായി നടത്തി അധ്യാപകരും മാതാപിതാക്കളും കുട്ടികളും ചേർന്ന് മെഗാ തിരുവാതിര അവതരിപ്പിച്ചു. വിവിധ മത്സരങ്ങളും ഓണസദ്യയും ചേർന്ന് തിമിർപ്പ് 25 എന്ന സെന്റ് ആൻസിന്റെ ഓണം കെങ്കേമമായി നടന്നു. അധ്യാപക ദിനത്തിൽ സ്പെഷ്യൽ അസംബ്ലി നടത്തി സെന്റ് ആൻസിലെ ഓരോ അധ്യാപകരെയും ആദരിച്ചു. സെപ്റ്റംബർ 11, 12 ദിവസങ്ങളിലായി വാർഷിക കായിക മാമാങ്കം അരങ്ങേറി. സ്കൂൾ കലോത്സവം ആൻസ് ഫെസ്റ്റ് 25 വളരെ മനോഹരമായി നടത്തപ്പെട്ടു. 2024-25 വർഷം സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുത്ത സമ്മാനാർഹരായ ദേവകൃഷ്ണയും ആർച്ചയുമാണ് ഇത്തവണ കലാമാമാങ്കത്തിന് ഭദ്രദീപം തെളിയിച്ചത്. വിനോദ പഠനയാത്രയിൽ സെന്റ് ആൻസ് ഒട്ടും പിന്നിലല്ല ഈ വർഷവും. സയൻസ് സിറ്റി, മൈസൂർ കൂർഗ്,
പണ്ടൂറ അമ്യൂസ്മെന്റ് പാർക്ക് എന്നീ സ്ഥലങ്ങളിലേക്ക് കുട്ടികളും ജടായുപ്പാറ, സാമ്പ്രാണിക്കുടി എന്നീ സ്ഥലങ്ങളിലേക്ക് അധ്യാപകരും യാത്രകൾ നടത്തി. കോട്ടയം H&C സ്റ്റോഴ്സിന്റെ ആഭിമുഖ്യത്തിൽ 2 ദിവസത്തെ ബുക്ക് ഫെയർ ക്യാമ്പ് നടത്തി. ഒക്ടോബർ 31-ാം തീയതി കരിയർ ഗൈഡൻസിന്റെ നേതൃത്വത്തിൽ കരിയർ മേഖലകൾ പരിചയപ്പെടുത്താനുള്ള മിനി ദിശ സംഘടിപ്പിച്ചു. സംസ്ഥാന തലത്തിലുള്ള ദിശ എക്സ്പോ കോട്ടയത്ത് നടന്നു. 200ഓളം കുട്ടികൾ സ്കൂളിൽ നിന്നും ദിശയിൽ പങ്കെടുത്തു. ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷത്തിൽ സ്റ്റാർ മേക്കിംഗ്, കാർഡ് മേക്കിംഗ്, കരോൾ ഗാന മത്സരം, സ്കിറ്റ് എന്നിങ്ങനെ വിവിധ മത്സരങ്ങളും കേക്ക് വിതരണവും നടന്നു. ഈ വർഷം ഹയർ സെക്കൻഡറി വിഭാഗം 25 വർഷം പൂർത്തിയാക്കുകയാണ്. CMI ഇയർ ഓഫ് എഡ്യൂക്കേഷന്റെ ഭാഗമായി കുര്യനാട് സെന്റ് ആൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ യുറേക്ക 25 എക്സിബിഷൻ വളരെ മനോഹരമായി നടന്നു. ഒക്ടോബർ 8-ാം തീയതി സയൻസ്, ലിറ്ററേച്ചർ, IT, ആർട്സ് എന്നീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട എക്സിബിഷൻ സയന്റിസ്റ്റായ ഡോക്ടർ സോണി ജോർജ് ഉദ്ഘാടനം ചെയ്തു. സെന്റ് ആൻസിലെയും സമീപ പ്രദേശങ്ങളിലെ സ്കൂളുകളിലെയും കുട്ടികൾ പങ്കെടുത്തു. ക്ലാസ് മുറികളിൽ നിന്നും അടിത്തറ പാകിയ അറിവിനെ ജീവിതഗന്ധിയായ അനുഭവങ്ങളാക്കി മാറ്റാൻ കുട്ടികൾക്ക് സാധിച്ചു. സയൻസ് വിഷയങ്ങളിൽ പാഠപുസ്തകത്തിലെ തത്വങ്ങൾ നേരിട്ട് പ്രവർത്തിച്ചു നോക്കാനും പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാനും കഴിഞ്ഞു. ലിറ്ററേച്ചർ എക്സിബിഷനിലൂടെ സാഹിത്യകൃതികളെയും എഴുത്തുകാരെയും അടുത്തറിയാനും വായനയോടും ഭാഷയോടുമുള്ള താല്പര്യം വർദ്ധിപ്പിക്കാനും സാധിച്ചു. ആർട്ട് എക്സിബിഷനിലൂടെ വിദ്യാർത്ഥികളുടെ സർഗാത്മകത പുറത്തു കൊണ്ടുവരുവാനും നിറങ്ങളിലൂടെയും രൂപങ്ങളിലൂടെയും കഴിവുകൾ പ്രകടിപ്പിക്കാനും കുട്ടികൾക്ക് അവസരം ലഭിച്ചു. 2025-26 അധ്യയന വർഷത്തിൽ NSS, സൗഹൃദ, കരിയർ ഗൈഡൻസ് എന്നിങ്ങനെ വിവിധ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ കുട്ടികളുടെ വ്യക്തിത്വ വികസനം മെച്ചപ്പെടുത്തുന്നതിനും പുസ്തക വിജ്ഞാനത്തിനപ്പുറം ലോകത്തെ നേരിടാൻ കുട്ടികളെ പ്രാപ്തരാക്കാനുമായി വിദഗ്ധർ നയിച്ച വിവിധ സെമിനാറുകൾ നടന്നു. അധ്യാപകരായ ശ്രീമതി സോൺസി പോൾ നയിച്ച ജീവിതമാണ് ലഹരി, കൗമാര കുട്ടികളുടെ പ്രശ്നങ്ങൾ, ശ്രീമതി റിയ കാതറിൻ ആന്റണി നയിച്ച ഡിജിറ്റൽ ഡിസിപ്ലിൻ, സൈബർ സെക്യൂരിറ്റി, സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി ഷിബുമോൻ B നയിച്ച ആരോഗ്യം, വ്യായാമം, കായികക്ഷമത, ആന്റി റാഗിംഗ് അവയർനെസ് സെക്ഷന്റെ ഭാഗമായി അധ്യാപിക ശ്രീമതി സുമംഗലി തോമസ് നയിച്ച സേ നോ ടു റാഗിംഗ്, റോഡ് സേഫ്റ്റി, സുമി അഗസ്റ്റിൻ നയിച്ച കുട്ടികളുടെ മാനസിക സുസ്ഥിതി സമൂഹത്തിന് മുതൽക്കൂട്ട്, സൗമ്യ അലക്സ് നയിച്ച കൗമാര പെരുമാറ്റങ്ങളെയും അപകട സാധ്യതകളും സംരക്ഷണ ഘടകങ്ങളും, മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട് ശ്രീ സുധീഷ് PG, ശ്രീ മനോജ് കുമാർ TS എന്നിവർ നയിച്ച വാഹന ഉപയോഗം അറിയേണ്ടതും പാലിക്കേണ്ടതും, കാലടി ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി PRO ജലീഷ് പീറ്റർ നയിച്ച ഗൈഡിംഗ് ദ നെക്സ്റ്റ് ജനറേഷൻ, ശ്രീ ഗൗതം ബിജു നയിച്ച പവർഫുൾ മോട്ടിവേഷൻ എന്നീ സെമിനാറുകൾ ഈ വർഷം നടന്നു. കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് മന്ത്ലി ടെസ്റ്റ് പേപ്പർ, മെന്ററിംഗ്, റെമഡിയൽ ക്ലാസ് ഇവ നടന്നു വരുന്നു. എല്ലാ മാസവും പ്രോഗ്രസ് റിപ്പോർട്ട് നൽകുന്നതോടൊപ്പം പരീക്ഷകളിൽ 1, 2, 3 സ്ഥാനങ്ങൾ നേടുന്നവർക്ക് ഗ്രൂവി സ്റ്റാർ ബാഡ്ജുകൾ നൽകുകയും മാർക്കുകൾ കുറവുള്ള കുട്ടികളുടെ മാതാപിതാക്കളുമായി സംസാരിക്കുകയും പഠന നിലവാരം മെച്ചപ്പെടുത്തുവാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുന്നു. ശാരീരിക മാനസിക ഉല്ലാസത്തിനായി സൂംബ ഡാൻസ്, സ്കേറ്റിംഗ്, യോഗ, മ്യൂസിക്, കരാട്ടെ, സൈക്ലിംഗ് എന്നിവയുടെ പരിശീലനം നടന്നു വരുന്നു. കുട്ടികളുടെ ആത്മീയ വളർച്ചയ്ക്കായി എല്ലാ മാസാദ്യ വെള്ളിയാഴ്ചകളിലും കുംഭസാരം, വിശുദ്ധ കുർബാന എന്നിവ നടക്കുന്നു. ഒക്ടോബർ മാസത്തിൽ 10 ദിവസത്തെ ജപമാലയും, മാന്നാനം സന്ദർശനം, ബ്രൂണോ അച്ഛൻ്റെ കബറിടം സന്ദർശനം, വിവിധ സെമിനാറുകൾ, ക്ലാസുകൾ എന്നിവയും നടന്നു. ദൈവദാസൻ ബ്രൂണോ കണിയാരകത്തച്ഛൻ്റെ 34-ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ഡിസംബർ മാസം 11-ാം തീയതി വിവിധ മത്സരങ്ങൾ നടന്നു. പ്രസംഗം, ക്വിസ്, ചിത്രരചന, ഫാദർ ബ്രൂണോ സൂക്ത വായന എന്നിവയും, സ്പെഷ്യൽ അസംബ്ലി, വിശുദ്ധ കുർബാന മധ്യേ പ്രത്യേക പ്രഭാഷണം എന്നിവയും നടത്തി. അവരുടെ വ്യക്തിത്വ വികസനം ലക്ഷ്യമാക്കി അവരിൽ പൗരബോധവും സേവന മനോഭാവവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന NSS പ്രോഗ്രാം ഓഫീസർ ശ്രീമതി ബിന്ദു സക്രിയാസ് ടീച്ചറിന്റെ നേതൃത്വത്തിൽ സമാനതകളില്ലാത്ത പ്രവർത്തനം കാഴ്ചവെച്ചു. സെന്റ് ആൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ ഭാഗമായ 100 സന്നദ്ധ പ്രവർത്തകർ വിവിധ പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളികളായി. പരിസ്ഥിതി ദിനത്തിൽ തുടങ്ങി വായനാ ദിനം, യോഗാ ദിനം, അധ്യാപക ദിനം, ഗാന്ധി ജയന്തി തുടങ്ങിയ വിവിധ ദിനാചരണങ്ങൾ അനുയോജ്യമായ കാര്യപരിപാടികളോടെ ഏറ്റവും മനോഹരമായി നടത്തപ്പെട്ടു. എല്ലാ മാസവുമുള്ള പരിസര ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് പുറമെ ടീൻ ഫോർ ഗ്രീൻസ് എന്ന പ്രോഗ്രാമിൽ കുട്ടികൾ ഹരിതകർമ്മസേനയ്ക്കൊപ്പം വീടുകൾ സന്ദർശിക്കുകയും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. പതാക ഉയർത്തൽ, അസംബ്ലി, റാലി തുടങ്ങിയ പരിപാടികളോടെ സ്വാതന്ത്ര്യദിനം സമുചിതമായി ആചരിച്ചു. കാരുണ്യ സ്പർശം എന്ന പാലിയേറ്റീവ് കെയർ ബോധവൽക്കരണവും, റിപ്പിൾസ് ഓഫ് കെയർ, ഉപജീവനം, എയ്ഡ്സ് ബോധവൽക്കരണ കഥാപ്രസംഗം തുടങ്ങിയവ നടത്തി.
സ്നേഹസംഗമം, വർണ്ണോത്സവം തുടങ്ങിയ കർമ്മപരിപാടികൾ NSS വോളണ്ടിയേഴ്സ് എത്രയും ആത്മാർത്ഥതയോടെ സമയബന്ധിതമായി പൂർത്തിയാക്കി. രാമപുരം കുഞ്ഞച്ചൻ മിഷണറി ഭവനിൽ പൊതിച്ചോർ നൽകുന്ന പാഥയം എന്ന കർമ്മപരിപാടി വർഷങ്ങളായി നാം തുടരുന്നു. NSS ഫയർ ആൻഡ് സേഫ്റ്റി അവയർനെസ്, കൊക്കഡാമ നിർമ്മാണം, ക്ലീനിംഗ് ലോഷൻ നിർമ്മാണം തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കും വോളണ്ടിയേഴ്സ് സമയം കണ്ടെത്തി. എന്റെ നാട്ടിൽ ഒരു നല്ല ഇടം എന്ന പദ്ധതിയുടെ ഭാഗമായി സയൻസ് സിറ്റി സന്ദർശിച്ചതും കോഴ ഫാം സന്ദർശിച്ച് ബഡ്ഡിംഗ് ആൻഡ് ഗ്രാഫ്റ്റിംഗ് പഠിച്ചതും കളരിഗുരുക്കളിൽ നിന്ന് സെൽഫ് ഡിഫൻസ് പഠിച്ചതും വോളണ്ടിയേഴ്സിന് വേറിട്ട അനുഭവമായി. സെപ്റ്റംബർ 24-ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട് 21 ദിവസം നീണ്ടുനിന്ന ജീവിതോത്സവം ഒരു ഉത്സവം തന്നെയായിരുന്നു. ഓരോ ദിവസവും പ്രകൃതിയോടും കുടുംബത്തോടും കൂട്ടുകാരോടും അധ്യാപകരോടുമൊപ്പം ഓരോ ചാലഞ്ചുകൾ. കൂടാതെ NSS വോളണ്ടിയേഴ്സിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പ്, ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് ഇവ ഏറ്റവും മികച്ച രീതിയിൽ സംഘടിപ്പിക്കുവാൻ സാധിച്ചു. മരഞ്ഞാട്ടുപള്ളി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ വീൽചെയർ സമ്മാനിച്ച പ്രഭ എന്ന പദ്ധതിയും ഉപകാരപ്രദമായിരുന്നു. ലീഗൽ ലിറ്ററസി, ജീവിതമാണ് ലഹരി, ഡിജിറ്റൽ ഹൈജീൻ ആൻഡ് സൈബർ സെക്യൂരിറ്റി, കൗമാര പെരുമാറ്റങ്ങളിലെ അപകട സാധ്യതകളും സംരക്ഷണവും, സമ്മതിദാന അവകാശ ബോധവൽക്കരണം തുടങ്ങി ധാരാളം സെമിനാറുകളും ബോധവൽക്കരണ പരിപാടികളും NSSന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. ഇനിയും ഒഴുകും മാനവ സ്നേഹത്തിൽ ജീവവാഹിനിയായി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് NSSന്റെ സപ്തദിന സഹവാസ ക്യാമ്പ് നടന്നു. ഈ ക്യാമ്പ് അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. യുവത ഗ്രാമതയുടെ സമഗ്രതയ്ക്കായി മുന്നിട്ടിറങ്ങിയപ്പോൾ NSS സപ്തദിന ക്യാമ്പ് വോളണ്ടിയേഴ്സിന് ഒരു വേറിട്ട അനുഭവമായി മാറി. SPC വിദ്യാർത്ഥികളിൽ നിയമത്തോടുള്ള ബഹുമാനവും സാമൂഹിക പ്രതിബദ്ധതയും വളർത്തിയെടുത്ത് അവരെ അച്ചടക്കവും ഉത്തരവാദിത്വവുമുള്ള ഭാവി പൗരന്മാരായി രൂപപ്പെടുത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ 2013 രൂപീകരിച്ച സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ് പ്രവർത്തനങ്ങൾ അധ്യാപകരായ CPO ശ്രീമതി ജ്യോതി തോമസിന്റെയും ACPO ശ്രീ ജോബിൻ തോമസിന്റെയും സജീവവും കാര്യക്ഷമവുമായ നേതൃത്വത്തിൽ ഭംഗിയായി നടക്കുന്നു. 2022-25 ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡിൽ വൈക്കം DYSP സിബിച്ചൻ ജോസഫ് സല്യൂട്ട് സ്വീകരിച്ചു. എല്ലാ ബുധനാഴ്ചകളിലും നടക്കുന്ന പരേഡ് പ്രാക്ടീസ്, ശനിയാഴ്ചകളിലെ PT-യും ഇൻഡോർ ക്ലാസും കാഡറ്റുകളിൽ ചിട്ടയും ആത്മവിശ്വാസവും വളർത്തി. പരിസ്ഥിതി ദിനാചരണം, യോഗാ ദിനാചരണം, സ്വാതന്ത്ര്യ ദിനാചരണം, കാർഷിക റാലി, പാഥയം തുടങ്ങിയ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കി. ജീവിതമാണ് ലഹരി എന്ന സന്ദേശം പകർന്ന ലഹരി വിരുദ്ധ ഫ്ലാഷ് മോബ് കുറവലങ്ങാട് ബസ് സ്റ്റാൻഡിൽ അവതരിപ്പിച്ചു. ഓഗസ്റ്റ് 2-ന് SPCയുടെ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. ഓഗസ്റ്റ് 27, 28, 29 തീയതികളിൽ നടന്ന ത്രിദിന ക്യാമ്പിൽ പരേഡ്, വിവിധ വിഷയങ്ങളെ അധികരിച്ച് ക്ലാസുകൾ എന്നിവ നടന്നു. 3-ാം ദിവസത്തെ പോലീസ് സ്റ്റേഷൻ സന്ദർശനം കാഡറ്റുകൾക്ക് പുതുമയാർന്ന അനുഭവമായിരുന്നു. SPC ക്യാമ്പിൽ നടത്തിയ ജില്ലാതല ക്വിസ് മത്സരത്തിൽ ബസാലേൽ ജോസഫ്, KR ശ്രീഹരി, ശിവഭദ്ര S എന്നിവർ 2-ാം സ്ഥാനം കരസ്ഥമാക്കി. ഒക്ടോബർ 31-ന് SPC കാഡറ്റുകൾ ലഹരിക്കെതിരായി യൂണിറ്റി റൺ നടത്തി. മാന്നാനം KV സ്കൂളിൽ വെച്ച് നടന്ന ജില്ലാതല ക്വിസ് മത്സരത്തിൽ SPC കാഡറ്റുകളായ ഡാനിയൽ ജേസൺ, ആൽബി ജേസൺ, ആർണോൺ C ദിലീപ് എന്നിവർ 3-ാം സ്ഥാനം കരസ്ഥമാക്കി. ഡിസംബർ 29, 30, 31 തീയതികളിൽ നടന്ന ക്രിസ്തുമസ് സമ്മർ ക്യാമ്പിന്റെ പ്രധാന തീം ജെൻഡർ ഇക്വാളിറ്റി ആയിരുന്നു. അവസാന ദിവസം കുട്ടിക്കാനത്തുള്ള ഹൈ ആൾട്ടിറ്റ്യൂഡ് ട്രെയിനിങ് സെന്റർ സന്ദർശിച്ചത് കാഡറ്റുകൾക്ക് പുതുമയാർന്ന അനുഭവമായിരുന്നു. സ്കൂളിൽ നടക്കുന്ന എല്ലാ പ്രോഗ്രാമുകളിലും സേവന സന്നദ്ധരായി യൂണിഫോം അണിഞ്ഞ് ചിട്ടയോടും ഉത്തരവാദിത്വത്തോടും പങ്കെടുക്കുന്ന SPC കാഡറ്റുകൾ സെന്റ് ആൻസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ബ്രാൻഡ് അംബാസഡർമാരാണ്. 100 കുട്ടികൾ അംഗങ്ങളായ ലിറ്റിൽ കൈറ്റ്സ് IT ക്ലബ് വിവിധ ക്യാമ്പുകൾ നടത്തി. ലിറ്റിൽ കൈറ്റ്സ് 10ാം ക്ലാസ് ബാച്ചിന്റെ നേതൃത്വത്തിൽ സമീപ സ്കൂളുകളിലെ കുട്ടികൾക്ക് റോബോട്ടിക്സ് പരിശീലനം നൽകുകയുണ്ടായി. ജൂനിയർ റെഡ് ക്രോസിന്റെ ഭാഗമായി ഹൈസ്കൂളിലെ 85ഓളം കുട്ടികൾ സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. കുട്ടികളിലെ ശാസ്ത്രീയ ചിന്താഗതിയും സർഗവാസനകളും പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തപ്പെടുന്ന ശാസ്ത്രോത്സവത്തിൽ പങ്കെടുത്ത സെന്റ് ആൻസിലെ കുട്ടികൾ മികച്ച വിജയം കരസ്ഥമാക്കി. ഗണിതശാസ്ത്രമേളയിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്നും ഫസലിന് ജെഫിൻ ബെന്നിയും, ഹയർ സെക്കൻഡറി വിഭാഗം നമ്പർ ചാർട്ടിന് ജിത്തു ബെന്നിയും വിജയികളായി. സ്കിൽ മോഡൽ വിഭാഗത്തിൽ അഖിലേഷിനും, കൺസ്ട്രക്ഷൻ യൂസിംഗ് ജിയോജിബ്ര ആപ്ലറ്റിൽ ബെഞ്ചമിൻ മാത്യു എന്നിവർ സമ്മാനാർഹരായി. സാമൂഹ്യ ശാസ്ത്രമേളയിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്നും വർക്കിംഗ് മോഡൽ വിഭാഗത്തിൽ അർജുൻ R, വൈഗ S നായർ എന്നിവരും, ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്നും പ്രസംഗത്തിന് ആഷർ ജോസഫും സമ്മാനാർഹരായി. ശാസ്ത്രമേളയിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്നും ഇംപ്രവൈസ്ഡ് എക്സ്പെരിമെന്റ് വിഭാഗത്തിൽ അൽഫോൺസ ടോജോ, ഈഡിത്ത് റോസ് എന്നിവർ സമ്മാനാർഹരായി.
പ്രവൃത്തി പരിചയമേളയിൽ ഫാബ്രിക് പെയിന്റിംഗ് വിഭാഗത്തിൽ നന്ദന സാൽവി, ബഡ്ഡിംഗ്, ലെയറിംഗ് ആൻഡ് ഗ്രാഫ്റ്റിംഗ് വിഭാഗത്തിൽ എഡ്വിൻ ബെന്നി, ഫാബ്രിക് പെയിന്റിംഗ് യൂസിംഗ് വെജിറ്റബിൾ വിഭാഗത്തിൽ നിയാമോൾ ജോർജ്, സ്റ്റഫ്ഡ് ടോയ്സ് വിഭാഗത്തിൽ അൽഫോൺസ ടി ബിനോയ് എന്നിവരും സമ്മാനാർഹരായി. ഈ മേളയിൽ പങ്കെടുത്ത് രുദ്രഗംഗാധരനും സമ്മാനാർഹനായി. ജില്ലാതല വിജയികളായ ജെഫിൻ ബെന്നി, അൽഫോൺസ ടോജോ, ഈഡ്ത്രോസ് മാത്യു, അൽഫോൺസ ടി ബിനോയ്, നിയാമോൾ ജോർജ്, എഡ്വിൻ ബെന്നി എന്നിവർ സംസ്ഥാനതല ശാസ്ത്രോത്സവത്തിൽ പങ്കെടുക്കുകയും എ ഗ്രേഡ് കരസ്ഥമാക്കി സെന്റ് ആൻസിന്റെ യശസ് ഉയർത്തുകയും ചെയ്തു. കുട്ടികളുടെ വൈവിധ്യമാർന്ന കലാവാസനകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തപ്പെടുന്ന കലോത്സവത്തിലും സെന്റ് ആൻസിലെ കുട്ടികൾ പങ്കെടുത്തു. ഈ വർഷം 3 വിഭാഗങ്ങളിൽ നിന്നും 14 കുട്ടികൾ റവന്യൂ തല കലോത്സവത്തിൽ പങ്കെടുക്കുകയുണ്ടായി. കുച്ചിപ്പുടി ഋതുപർണ മനോജ്, വീണ ആർച്ച KS, വയലിൻ KS അനന്തപത്മനാഭൻ, മൃദംഗം ആർച്ച KS, മലയാളം കവിതാരചന സാനിയ ജോർജ്, ഓയിൽ പെയിന്റിംഗ് നന്ദന സാൽവി, വയലിൻ ഓറിയന്റൽ ദേവകൃഷ്ണ KO, മൃദംഗം K ശിവപ്രസാദ്, മലയാളം പ്രസംഗം ആഷർ ജോസഫ്, ഹിന്ദി കവിതാരചന ശ്രേയ സുരേഷ്, ഉറുദു പദ്യം ചൊല്ലൽ ജോസ്റ്റിൻ ജോമി എന്നിവർ സമ്മാനാർഹരായി. കൂടാതെ റവന്യൂ ജില്ലാ കലോത്സവത്തിൽ പെൻസിൽ ഡ്രോയിങ് ഭൂപതി രാജ്, വീണ ആർച്ച KS, മലയാളം പദ്യം ചൊല്ലൽ അക്ഷരശ്ലോകം എന്നിവയിൽ ദേവകൃഷ്ണ KO എന്നിവർ 1ാം സ്ഥാനം കരസ്ഥമാക്കി സംസ്ഥാനതലത്തിൽ പങ്കെടുക്കുവാൻ അർഹത നേടി. കുര്യനാട് സെന്റ് ആൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫ്ലഡ് സ്റ്റേഡിയത്തിൽ 2025 ഒക്ടോബർ 15 മുതൽ 17 വരെ നടന്ന 25ാമത് സെന്റ് ആൻസ് ട്രോഫി അഖില കേരള ഇന്റർ സ്കൂൾ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് ശ്രീ ജോസ് കെ മാണി MP ഉദ്ഘാടനം ചെയ്തു. പ്രസ്തുത ചാമ്പ്യൻഷിപ്പിൽ ജൂനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ കൊരട്ടി ലിറ്റിൽ ഫ്ലവർ സ്കൂളിനെയും സബ് ജൂനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ കോട്ടയം ഗിരിദീപം സ്കൂളിനെയും തോൽപ്പിച്ച കുര്യനാട് സെന്റ് ആൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇരട്ട കിരീടം സ്വന്തമാക്കി. സെന്റ് ആൻസിലെ കെവിൻ റോജോ, ആദിമോൻ PP എന്നിവർ മികച്ച കളിക്കാർക്കുള്ള സമ്മാനങ്ങൾ കരസ്ഥമാക്കി. കോർപ്പറേറ്റ് മാനേജർ റവറൻ ഫാദർ ബാസ്റ്റിൻ മംഗലത്തിൽ CMAയുടെ അധ്യക്ഷതയിൽ ചേർന്ന സമാപന സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA വിജയികൾക്ക് ട്രോഫികൾ വിതരണം ചെയ്തു. ഉഴുവൂർ സെന്റ് സ്റ്റീഫൻസ് കോളേജിലെ കൊമേഴ്സ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ലാക്കാസ 2025ലും പാലാ സെന്റ് തോമസ് കോളേജിൽ നടന്ന എക്കോഫിസ്റ്റയിലും 3s ഫുട്ബോൾ മത്സരത്തിൽ 12C ക്ലാസ്സിലെ പാർത്ഥിവ് കൃഷ്ണ, പ്രണവ് കൃഷ്ണ, അക്ഷയ് കുമാർ, ജസ്മോൻ ടോമി എന്നിവർ സമ്മാനാർഹരായി. മരഞ്ഞാട്ടുപള്ളി സർവീസ് കോർപ്പറേറ്റീവ് ബാങ്ക് ഭരണഘടനാ ദിനത്തോടനുബന്ധിച്ച് നടത്തിയ വിവിധ മത്സരങ്ങളിൽ UP വിഭാഗത്തിൽ ദേവികൃഷ്ണ KJ, ഹെനോക് മാത്യു ജെയിംസ്, അഖില രാജൻ, ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്ന് ഡാനിയൽ ജെയ്സൺ, ബസാലേൽ ജോസഫ്, ഇമ്മാനുവൽ ജോസഫ്, ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്ന് ആഷർ ജോസഫ്, അലൻ സിബു എന്നിവർ സമ്മാനാർഹരായി. രാമപുരം മാർ അഗസ്റ്റിനോസ് കോളേജ് കൊമേഴ്സ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ കൊമേഴ്സ് ഫെസ്റ്റ് കാലിസ് 2025 ബിസിനസ് ക്വിസിൽ ആഷർ ജോസഫ്, ശ്രീഹരി ആർ നായർ 1ാം സ്ഥാനവും, മൈമിൽ സെബാസ്റ്റ്യൻ സ്റ്റാൻലി, ടോം വിജോ, ജസ്റ്റിൻ ജോമി, നവീൻ ഷിജോ, ജൂബിറ്റ് സിബി, ജ്യോതിസ് ക്രിസ്റ്റി, ജീവൻ ക്രിസ്റ്റി എന്നിവർ കൂടെയുണ്ട് കരുത്തേകാൻ എന്ന പ്രോഗ്രാമിന്റെ ഭാഗമായി വിവിധ ക്ലാസുകൾ നടന്നു. ഡോക്ടർ സനു തോമസ് മാനസികാരോഗ്യത്തെ അധികരിച്ച് ക്ലാസുകൾ എടുത്തു. കുട്ടികൾക്ക് താങ്ങും തണലും വഴികാട്ടിയുമായി സൗഹൃദ ക്ലബ് തന്റെ പ്രവർത്തനം തുടരുന്നു. ഇൻഡിപെൻഡൻസ് ഡേ, ചിൽഡ്രൻസ് ഡേ, ഹിന്ദി ഡേ തുടങ്ങിയ ദിനാചരണങ്ങൾ സ്പെഷ്യൽ അസംബ്ലിയും ഉചിതമായ പരിപാടികളുമായി സജീവമാക്കുവാൻ നമുക്ക് സാധിച്ചു. കുര്യനാട് സെന്റ് ആൻസ്, കോട്ടയം സെന്റ് ജോസഫ് പ്രൊവിൻസിന് കീഴിലുള്ള സ്കൂളുകളുടെ കൾച്ചറൽ ഫെസ്റ്റായ സാന്റോ ഫെസ്റ്റിൽ ഫസ്റ്റ് റണ്ണറപ്പായി. നാഷണൽ എഡ്യൂക്കേഷണൽ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ നവംബർ 2 മുതൽ 7 ദിവസത്തോളം നീണ്ടുനിന്ന പ്രേരണ നാഷണൽ എഡ്യൂക്കേഷൻ ക്യാമ്പിൽ നമ്മുടെ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി ശിവഭദ്ര S പങ്കെടുത്തു. ശിവഭദ്രയോടൊപ്പം ഗാർഡിയൻ ടീച്ചറായി പോയത് അധ്യാപികയായ ശ്രീമതി ജൂബിറ്റ് മാത്യു ആണ്. മരഞ്ഞാട്ടുപള്ളി ഗ്രാമപഞ്ചായത്ത് കാർഷികോത്സവത്തോടനുബന്ധിച്ച് നടത്തിയ ക്വിസ് മത്സരത്തിൽ ബസാലേൽ ജോസഫ്, ഡാനിയൽ ജെയ്സൺ എന്നിവർ 1ാം സ്ഥാനം കരസ്ഥമാക്കി. ഉഴുവൂർ സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ നടന്ന രസതന്ത്ര ക്വിസിൽ അൽഫോൺസ ടോജോയും നിരഞ്ജന എസും 2ാം സ്ഥാനം കരസ്ഥമാക്കി. അക്ഷരങ്ങളെ ആയുധമാക്കി പ്രസംഗവേദികളിൽ വിസ്മയം തീർക്കുന്ന വാഗ്മിയാണ് സെന്റ് ആൻസിന്റെ 12ാം ക്ലാസ് വിദ്യാർത്ഥി ആഷർ ജോസഫ്. ഓർമ്മ ഇന്റർനാഷണൽ പ്രസംഗ മത്സരത്തിൽ 5ാം സ്ഥാനം, ദ പേഴ്സണാലിറ്റി പാജന്റ്, ദ ഐക്കൺ കോൺടെസ്റ്റിൽ 2ാം സ്ഥാനം,
അഖില കേരള ബിഷപ്പ് ഗിൽ പ്രസംഗ മത്സരത്തിൽ 1-ാം സ്ഥാനം. ആലപ്പുഴയിൽ വെച്ച് നടന്ന എസ് ഭാസ്കരൻ സ്മാരക സംസ്ഥാനതല പ്രസംഗ മത്സരത്തിൽ 2-ാം സ്ഥാനം. മാർ ജോസഫ് പൗവത്തിൽ സ്മാരക ഓൾ കേരള ഇന്റർ സ്കൂൾ പ്രസംഗ മത്സരത്തിൽ 1-ാം സ്ഥാനം. സ്റ്റേറ്റ് കൊമേഴ്സ് കാർണിവൽ ബെസ്റ്റ് മാനേജർ വിന്നർ. മരഞ്ഞാട്ടുപള്ളി കോപ്പറേറ്റീവ് ബാങ്ക് പ്രസംഗ മത്സരത്തിൽ 1-ാം സ്ഥാനം എന്നിങ്ങനെ അനേകം പുരസ്കാരങ്ങൾ നേടി ആഷർ സെന്റ് ആൻസിന് അഭിമാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹൈസ്കൂൾ വിഭാഗം അക്ഷരമറ്റം ക്വിസിൽ ബസാലേൽ ജോസഫും ഗണിതശാസ്ത്ര ക്വിസിൽ ഫാർസീൻ അഹമ്മദും സമ്മാനാർഹരായി. അഖിലേന്ത്യാ സഹകരണം വാരാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ മീനച്ചുൽ സർക്കിൾ പ്രസംഗ മത്സരത്തിൽ കോളേജ് വിഭാഗത്തിൽ ജസ്മിൻ കെ ബെന്നി 2-ാം സ്ഥാനം കരസ്ഥമാക്കി. കുറവലങ്ങാട് ദേവമാതാ കോളേജിൽ വെച്ച് നടത്തപ്പെട്ട ടാലന്റിയ 2025 കവിതാ പാരായണത്തിൽ ദേവകൃഷ്ണ കെയും, IPL ഓപ്ഷനിൽ ബെഞ്ചമിൻ ബിജു, അജയുദയ് സതീഷ്, ജോമിൻ ജോജൻ, അഖിൽ ബിനോ ജേക്കബ് എന്നിവരും സയൻസ് ക്വിസിൽ അൽഫോൺസ ടോജോ, ജസ്മിൻ കെ ബെന്നി എന്നിവരും സമ്മാനാർഹരായി. കോട്ടയം ജില്ലയിലെ വിദ്യാർത്ഥികൾക്ക് HIV/AIDS ബോധവൽക്കരണത്തിന്റെ ഭാഗമായി നടത്തിയ ക്വിസ് മത്സരത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ യൂജിൻ ജോബി, അലൻ സിബു എന്നിവർ സമ്മാനാർഹരായി. കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ശാസ്ത്ര ക്വിസിൽ സെന്റ് ആൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ബസാലേൽ ജോസഫ്, ശിവഭദ്ര എസ് എന്നിവർ സമ്മാനാർഹരായി. വിക്ടേഴ്സ് ചാനലിൽ ഫസ്റ്റ് ബെൽ സയൻസ് ക്ലാസുകൾ എടുത്ത് നമ്മുടെ സ്കൂളിലെ അധ്യാപികയായ ശ്രീമതി സോൺസി പോൾ ആൻസിയൻ കുടുംബത്തിന് അഭിമാനമായി മാറി. പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്ന വസ്തുക്കളെയും പാഴ്വസ്തുക്കളെയും അതിമനോഹരമായ ശില്പങ്ങളോ മറ്റ് കലാരൂപങ്ങളോ ആക്കി മാറ്റുന്ന കലാകാരനാണ് സെന്റ് ആൻസിന്റെ അഭിമാനമായ ശ്രീ ജെയ്മോൻ ജോസഫ്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, അറേബ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, അമേരിക്ക ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നിവയിൽ സ്ഥാനം പിടിച്ച ഈ വിസ്മയനീയ കലാകാരൻ ശ്രീ ജോസ് കെ മാണി MP-യിൽ നിന്ന് ആൻസിയൻ പുരസ്കാരം ഏറ്റുവാങ്ങി. വിദ്യാർത്ഥികളുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്ക് അനുയോജ്യമായ രീതിയിൽ സംരക്ഷിതവും ആധുനികവുമായ പഠന സാഹചര്യങ്ങൾ ഒരുക്കുന്നതിൽ നമ്മുടെ മാനേജ്മെന്റ് എന്നും മുൻപിൽ തന്നെയാണ്. പുതിയ ജനറേറ്റർ, 30 കുട്ടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ബോർഡിംഗ് സംവിധാനം, ഷട്ടിൽ കോർട്ട്, ക്യാരം ബോർഡ്, ചെസ് ബോർഡ് തുടങ്ങി ഇൻഡോർ ഗെയിംസിന് ആവശ്യമായ സംവിധാനങ്ങൾ, പരിശീലനത്തിനായി സൈക്കിളുകൾ, സ്മാർട്ട് ക്ലാസുകൾക്കായി ഇന്ററാക്റ്റീവ് വൈറ്റ് ബോർഡ് തുടങ്ങിയവ കുട്ടികൾക്കായി ക്രമീകരിച്ചിട്ടുണ്ട്. കൂടാതെ ശുചിത്വ മിഷന്റെ സഹായത്താൽ പുതിയ ടോയ്ലറ്റ്, വാട്ടർ ടെസ്റ്റിംഗ് ലാബ് എന്നിവ നാം സജ്ജമാക്കിയിട്ടുണ്ട്. പുതിയ സ്റ്റോർ റൂം, ഓഡിയോ വിഷ്വൽ റൂമിന്റെ സ്റ്റേജ്, മറ്റ് ടൈൽ വർക്കുകൾ, പുരാന്തിയിലുള്ള പ്രൊട്ടക്ഷൻ ബാരിക്കേഡ്, സ്റ്റേജ് റിപ്പയറിംഗ് ആൻഡ് ഡെക്കറേഷൻ, ലോങ് ജംപ് പിറ്റ് നവീകരണം എന്നിങ്ങനെ വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ വർഷം നടന്നു. സെന്റ് ആൻസ് ഹയർ സെക്കൻഡറി സ്കൂളിന് 2025-2026 വർഷത്തിൽ കായിക മേഖലയിൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ച ഒരു വർഷമാണ്. 2025 മെയ് മുതൽ ആരംഭിച്ച കായിക പരിശീലനത്തിലൂടെയാണ് ഇത് സാധ്യമാക്കിയത്. ബാസ്കറ്റ്ബോൾ, ഹോക്കി, ബേസ്ബോൾ, സോഫ്റ്റ് ബോൾ, ഫുട്ബോൾ എന്നീ കായിക ഇനങ്ങളിൽ കുട്ടികൾക്ക് പരിശീലനം നൽകി വരുന്നു. ബാസ്കറ്റ്ബോൾ രാവിലെയും വൈകുന്നേരവും പരിശീലനം നൽകുന്നു. മറ്റ് കായിക ഇനങ്ങൾക്ക് വൈകുന്നേരങ്ങളിൽ പരിശീലനം നൽകി വരുന്നു. കായിക അധ്യാപകൻ ടോണി സാറിൻ്റെയും ബാസ്കറ്റ്ബോൾ പരിശീലകനും സെന്റ് ആൻസ് സ്പോർട്സ് അക്കാഡമിയുടെ സെക്രട്ടറിയുമായ അനീഷ് സാറിനെയും ബാസ്കറ്റ്ബോൾ പരിശീലകരായ അലൻ സാറിൻ്റെയും സോനുവിൻ്റെയും നേതൃത്വത്തിലാണ് പരിശീലനം നടന്നു വരുന്നത്. സംസ്ഥാന തലത്തിൽ പങ്കെടുത്ത കുട്ടികൾ: അത്ലറ്റിക്സ് ജീവൻ ക്രിസ്റ്റി 3000 മീറ്റർ സീനിയർ ബോയ്സ്, ഹോക്കി സീനിയർ ബോയ്സ് ആഷർ ജോസഫ്, അഭിനന്ദ് PM, ആദിത്യൻ KS, അലൻ ജോസഫ്, സെബാൻ റജി, സാം പോൾ, അംജിത് അഗസ്റ്റിൻ. ജൂനിയർ ബോയ്സ് കെവിൻ കുരിശിങ്കൽ, ക്രിസ് റയാൻചൻ, ഗോകുൽ സുരേഷ്, അമൽ അജീഷ്, ജെറിൻ ജീൻസ്, അഭിഷേക് PS, ബിഗിൽ സെബാസ്റ്റ്യൻ. സോഫ്റ്റ് ബോൾ സീനിയർ ബോയ്സ് അരവിന്ദ് അനിൽകുമാർ, ബിലിയു വി വർഗീസ്, അഭിനവ് രഞ്ജിത്ത്. ബേസ്ബോൾ സീനിയർ ബോയ്സ് അഭിനവ് രഞ്ജിത്ത്, അക്ഷയ് മാധവ്. ജൂനിയർ ബോയ്സ് ജോബൽ തോമസ്. ബാസ്കറ്റ്ബോൾ ജൂനിയർ ബോയ്സ് കെൽവിൻ റോജോ, എൽവിൻ ലിജോ, ഹരികൃഷ്ണൻ R, ആദിന്ദ് അനിൽ, ഡോൺ ഗിഗേഷ്. ബാസ്കറ്റ്ബോൾ ജൂനിയർ ബോയ്സ് ആദിമോൻ P, ജിയോ ജെയ്മോൻ, ദേവാനന്ദ് KS. ബാസ്കറ്റ്ബോൾ സീനിയർ ബോയ്സ് ജോമിത് ജോജൻ. ബാസ്കറ്റ്ബോൾ കിഡീസ് ബോയ്സ് ഡിയോൺ ഗിഗേഷ്, ആദിദേവ് രാജേഷ്. ക്രിക്കറ്റ് ജൂനിയർ ബോയ്സ് അലക്സ് ബ്രൈറ്റ്. കരാട്ടെ സീനിയർ ബോയ്സ് അൽഫോൺസ് ചാക്കോ ബെന്നി, സ്റ്റിൽവിൻ നവീൻ. ഗേൾസ് പാർവതി സന്തോഷ്. സ്വിമ്മിംഗ് ആദിത് മനോജ്, കാർത്തിക് P നമ്പൂതിരി. ജില്ലാതലം ബാസ്കറ്റ്ബോൾ കോട്ടയത്ത് വെച്ച് നടന്ന കോട്ടയം റവന്യൂ ജില്ലാ ബാസ്കറ്റ്ബോൾ മത്സരത്തിൽ ജൂനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ 2-ാം സ്ഥാനവും സബ് ജൂനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ 1-ാം സ്ഥാനവും കുറവലങ്ങാട് സബ് ജില്ലയ്ക്ക് വേണ്ടി നമ്മുടെ സ്കൂളിലെ കുട്ടികൾ കരസ്ഥമാക്കി. സീനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ കുറവലങ്ങാട് സബ് ജില്ലയ്ക്ക് വേണ്ടി നമ്മുടെ സ്കൂളിലെ കുട്ടികളാണ് പങ്കെടുത്തത്.
കോട്ടയം ജില്ലാ ബാസ്കറ്റ്ബോൾ അസോസിയേഷന്റെ നേതൃത്വത്തിൽ കുരിനാട് വെച്ച് നടന്ന സബ് ജൂനിയർ കിഡ്സ് ബാസ്കറ്റ്ബോൾ മത്സരത്തിൽ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ നമ്മുടെ സ്കൂൾ 2ാം സ്ഥാനം നേടി. ഹോക്കി. കോട്ടയം റവന്യൂ ജില്ലാ ഹോക്കി മത്സരത്തിൽ കുറവിലങ്ങാട് സബ് ജില്ലയ്ക്ക് വേണ്ടി ജൂനിയർ വിഭാഗം സീനിയർ വിഭാഗം ആൺകുട്ടികളുടെ മത്സരത്തിൽ നമ്മുടെ സ്കൂളിലെ കുട്ടികൾ 1ാം സ്ഥാനം നേടി. സോഫ്റ്റ് ബോൾ. പാലായിൽ വെച്ച് നടന്ന കോട്ടയം റവന്യൂ ജില്ലാ സോഫ്റ്റ് ബോൾ സീനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ 2ാം സ്ഥാനം നേടി. നീന്തൽ. പാലായിൽ വെച്ച് നടന്ന കോട്ടയം റവന്യൂ ജില്ലാ നീന്തൽ മത്സരത്തിൽ ആദിത്യ മനോജ് 3 ഫസ്റ്റ്, കാർത്തിക് പി നമ്പൂതിരി 2 ഫസ്റ്റ് 1 സെക്കൻഡ്. കളരിപ്പയറ്റ്. കോട്ടയത്ത് വെച്ച് നടന്ന ജൂനിയർ വിഭാഗം പെൺകുട്ടികളുടെ കളരിപ്പയറ്റ് ടീം മത്സരത്തിൽ നമ്മുടെ സ്കൂൾ ടീം 1ാം സ്ഥാനം നേടി. അഭിനന്ദ പി ബിനു, വൈഗ മാധവ് ബി പി. കുറവലങ്ങാട് സബ് ജില്ലാ അത്ലറ്റിക്സ് ഗെയിംസ് മത്സരങ്ങളിൽ നമ്മുടെ സ്കൂൾ ഓവറോൾ 2ാം സ്ഥാനം നേടി. ബാസ്കറ്റ്ബോൾ. ജൂനിയർ സീനിയർ സബ് ജൂനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ 1ാം സ്ഥാനം. ഹോക്കി. ജൂനിയർ സീനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ 1ാം സ്ഥാനം. ബാഡ്മിൻ്റൺ. സീനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ 1ാം സ്ഥാനം. സോഫ്റ്റ് ബോൾ. സീനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ 1ാം സ്ഥാനം. ബേസ്ബോൾ. സീനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ 2ാം സ്ഥാനം. കളരിപ്പയറ്റ് ജൂനിയർ ഗേൾസ് വിഭാഗം 1ാം സ്ഥാനം. കരാട്ടെ. നമ്മുടെ സ്കൂളിലെ അൻഫോൺസ് ചാക്കോ ബെന്നി, എമാറ്റോ സുദീപ്, സ്റ്റിൽവിൻ നവീൻ എന്നിവർ സബ് ജില്ലാ തലത്തിൽ 1ാം സ്ഥാനം നേടി. കോട്ടയം ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടത്തപ്പെട്ട കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ സെന്റ് ആൻസിലെ പാർവതി സന്തോഷ് സമ്മാനാർഹയായി. 2025 സാൻജോ ഗെയിംസ് ബാസ്കറ്റ്ബോൾ, ഫുട്ബോൾ, ബാഡ്മിൻ്റൺ എന്നിവയിൽ സെന്റ് ആൻസ് ടീമുകൾ സമ്മാനാർഹരായി. കുരിനാട് ക്യാമ്പസിൽ വെച്ച് നടന്ന മത്സരത്തിൽ നമ്മുടെ സ്കൂളിലെ കുട്ടികൾ ഓവറോൾ 2ാം സ്ഥാനം നേടി. ബാസ്കറ്റ്ബോൾ ജൂനിയർ സീനിയർ ആൺകുട്ടികൾ 1ാം സ്ഥാനം. ഫുട്ബോൾ സീനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ 1ാം സ്ഥാനം. ബാഡ്മിൻ്റൺ സീനിയർ ബോയ്സ് 2ാം സ്ഥാനം. സീനിയർ ഗേൾസ്, ജൂനിയർ ഗേൾസ് 2ാം സ്ഥാനം. വോളിബോൾ സീനിയർ ബോയ്സ് 2ാം സ്ഥാനം. ട്രോഫി ഓൾ കേരള ഇന്റർ സ്കൂൾ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റിൽ സെന്റ് ആൻസ് സബ് ജൂനിയർ ടീം റണ്ണറപ്പായി. 2025 ജനുവരി 10 കോട്ടയം രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന കേരള സ്പോർട്സ് കൗൺസിൽ നടത്തിയ സംസ്ഥാന കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ 10ാം ക്ലാസ്സിലെ യമാറ്റോ സുദീപ് വ്യക്തിഗത കാറ്റഗറിയിൽ സ്വർണ്ണ മെഡൽ നേടി. തലമുറകളെ അറിവിൻ്റെയും മൂല്യങ്ങളുടെയും പ്രകാശത്തിലേക്ക് നയിച്ച റോയ് സാറും ജാൻസി ടീച്ചറും ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുകയാണ്. അവരുടെ സമർപ്പിത സേവനങ്ങൾക്ക് ഹൃദയംഗമമായ നന്ദിയും ഭാവി ജീവിതത്തിന് ആശംസകളും നേരുന്നു.